പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയുടെ ആവാസം തീവ്രമായി ആഗ്രഹിക്കുന്നു. ദാഹത്തോടെ ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ചേർന്ന് പാടാവോ? ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഈശോയെ, അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളുടെ ചിന്തയും ഭാവനയും ഓർമ്മയും ഒന്ന് കഴുകി വിശുദ്ധീകരിക്കണമേ. വചനം സ്വീകരിക്കാനായിട്ട് ഞങ്ങളെ ഒരുക്കണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവേ, എല്ലാ പാപത്തിൻ്റെതായിട്ടുള്ള കിടക്കുകളും എന്നിൽ നിന്ന് പൂർണ്ണമായിട്ട് പറിച്ചെറിയണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോ രക്ഷയ്ക്കായി നിൻ കരം നീട്ടണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോ രക്ഷയ്ക്കായി നിൻ കരം നീട്ടണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷത്തിന്റെ 24-ാം അധ്യായത്തിന്റെ 45-ാമത്തെ തിരുവാക്യം. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, വചനം ഗ്രഹിക്കാൻ തക്ക രീതിയിൽ ഞങ്ങളുടെ മനസ്സിനെയും തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ ശക്തമായ മാധ്യസ്ഥ്യം ഞങ്ങൾ തേടുന്നു. കൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. കൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. കൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ.
വിശുദ്ധ ഔസേപ്പ് പിതാവേ, 12 അപ്പോസ്തലന്മാരെ, പൗലോസ് ശ്ലീഹായെ, സകല രക്തസാക്ഷികളെ, സകല പുണ്യവാന്മാരെ, പുണ്യവതികളെ, ഞങ്ങൾ ഓരോരുത്തരുടെയും പേരിന് കാരണക്കാരായ വിശുദ്ധരെ, ഞങ്ങൾ ഓരോരുത്തരുടെയും കാവൽ മാലാഖമാരെ, ഞങ്ങളുടെ ശക്തമായ മാധ്യസ്ഥ്യവും സംരക്ഷണവും ഞങ്ങൾ തേടുന്നു. നമുക്കെല്ലാവർക്കും വിശുദ്ധ കുരിശിനെ നമ്മളെ തന്നെ മുദ്ര ചെയ്യാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം പറഞ്ഞവരെ, എല്ലാവരും വിശ്വാസത്തോടുകൂടെ ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാനായിട്ട് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഒരൽപ്പ സങ്കടത്തോടെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പ്രിയപ്പെട്ട വൈദികൻ, മിഷണറി ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികൻ എന്നെ വിളിച്ചു. അച്ഛൻ്റെ സങ്കടം ഇതായിരുന്നു, കുർബാന അത്ര ഒരു അനുഭവമായി ഇപ്പോൾ തീരുന്നില്ല. ഒരു കാലഘട്ടത്തിൽ ആസ്വദിച്ച് കുർബാന അർപ്പിച്ചതാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് കുർബാന അർപ്പണം ഒരല്പം വിരസമാണ്, യാന്ത്രികം. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പ്രിയപ്പെട്ട വൈദികൻ ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് പ്രാർത്ഥന ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഒരു പ്രാർത്ഥന സഹായമായിട്ട് അച്ഛൻ ആവശ്യപ്പെട്ട നിയോഗമാണ് കുർബാന അർപ്പണം കുറെ കൂടി മനോഹരമാക്കണം, അനുഭവമാക്കി തീർക്കണം. ഒരുപാട് പേരുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ് കുർബാന അർപ്പണം ഏറ്റവും സുന്ദരമാക്കി തീർക്കണമെന്ന്. അപ്പോൾ കുർബാന അർപ്പണം ഒരു അനുഭവമാക്കി തീർക്കണം എന്നുള്ള ആഗ്രഹമുള്ള എല്ലാ പ്രിയപ്പെട്ട വിശ്വാസിഗണത്തിനും വേണ്ടിയാണ് ഈ ദൈവവചന സന്ദേശം കർത്താവിന്റെ ആത്മാവിനാൽ പ്രചോദിതമായി നടത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ ആത്മാവ് നമ്മളെല്ലാവരെയും ഈ ഉദ്യമത്തിൽ ഈ വചന സന്ദേശം ഗ്രഹിക്കാനായിട്ട് നമ്മളെല്ലാവരെയും സഹായിക്കണം. കുർബാന അർപ്പണം ഏറ്റവും സുന്ദരമാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വചനഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, അതായത് പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ ബത്ലഹേമിൽ പിറന്ന ദൈവകുമാരനെ സന്ദർശിക്കാനായിട്ട് എത്തുന്ന അവസരം. പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ ഒട്ടുമേ അറിയാൻ പാടില്ലാത്ത ഒരു ദേശത്തേക്ക് അവർ നക്ഷത്രം കണ്ട് വരികയാണ്. അവരുടെ ആഗമനത്തിന്റെ ഉദ്ദേശം വാട്ട് വാസ് ദെയർ പർപ്പസ്? അവരെന്തിനാണ് ബത്ലഹേമിലേക്ക് യാത്ര ചെയ്തത്? യാത്ര ചെയ്തതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ മത്തായി സുവിശേഷകനിലൂടെ കർത്താവിന്റെ ആത്മാവ് 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ പ്രബോധിപ്പിക്കുന്നുണ്ട്, നമ്മളെല്ലാവരോടും ഇങ്ങനെ പറഞ്ഞ് അവതരിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുന്ന, അതായത് ഈശോ ജനിച്ച ആ എപ്പിസോഡ് നമുക്ക് മുൻപിൽ സുവിശേഷകനായ മത്തായി ശ്ലീഹായിലൂടെ കർത്താവിന്റെ ആത്മാവ് പങ്കുവെച്ച ഉടനെ തന്നെ അവതരിപ്പിക്കുന്നത് ഇതാണ്. പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ എത്തുന്നു. അവരുടെ ആഗമനത്തിന്റെ ഉദ്ദേശം ഒന്നു മാത്രം, ആരാധിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് ഈശോയെ കാണാനായിട്ട് അവർ എത്തുന്നത്. ആരാധിക്കുക എന്ന ലക്ഷ്യം. നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു വിശുദ്ധനുണ്ട്, വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടിസ്. വിശുദ്ധ കാർലോ അക്യൂട്ടിസ്. കാർലോ അക്യൂട്ടിസിന്റെ ജീവചരിത്രം നമുക്ക് എല്ലാവർക്കും ഈ കാലഘട്ടത്തിൽ ഒരു പക്ഷേ സുപരിചിതമായിട്ടുള്ള ഒരു ജീവചരിത്രം തന്നെയാണ്. കേവലം 15 വയസ്സ് മാത്രമുള്ളപ്പോൾ നിത്യസൗഭാഗ്യത്തിനായിട്ട് വിളിക്കപ്പെട്ട ഒരു വിശുദ്ധൻ. ഒരു 13-14 വയസ്സ് മാത്രമുള്ള അവസരത്തിൽ കാർലോ അക്യൂട്ടിസിന്റെ അപ്പൻ ചോദിച്ചു, നമ്മുടെ ഇടവകയിലെ വികാരിയച്ഛൻ ഈശോ ജനിച്ചു ജീവിച്ച സ്ഥലമായ പാലസ്തീനയിലേക്ക് ഒരു സന്ദർശനം നടത്തുന്നുണ്ട്, ഒരു കൂട്ടായ്മയായിട്ട് പോവുകയാണ്, നമുക്കും പോകണ്ടേ എന്ന് കാർലോ അക്യൂട്ടിസിനോട് ചോദിച്ചപ്പോ കേവലം 13-14 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന കാർലോ ഉടനെ അപ്പനോട് പറഞ്ഞത് ഇങ്ങനെയാണ്,
ഈശോ 2000 കൊല്ലങ്ങൾക്ക് മുൻപ് ജീവിച്ച് ആ പാലസ്തീനയിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈശോ ഇന്നും ജീവിക്കുന്ന എന്റെ ഇടവക ദേവാലയത്തിന്റെ മദ്ബഹായിലേക്ക് പോകാനാണ്. ഈശോ 2000 കൊല്ലങ്ങൾക്ക് മുൻപ് ജനിച്ചു ജീവിച്ച പാലസ്തീനയിലെ തെരുവുകളിലേക്ക് പോകുന്നതിനേക്കാൾ, പാലസ്തീന സന്ദർശിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈശോ ഇന്നും ജീവിക്കുന്ന എന്റെ ഇടവക ദേവാലയത്തിന്റെ പരിശുദ്ധ മദ്ബഹ സന്ദർശിക്കാനാണ്. പ്രിയപ്പെട്ടവരെ, കാർലോ അക്യൂട്ടീസ് ഇടവക ദേവാലയത്തിന്റെ പരിശുദ്ധ ആൾത്താരെ സമീപിച്ചത് ഈശോയെ കാണാൻ, ഈശോയെ ആരാധിക്കാനായിട്ടായിരുന്നു. സമാനമായിട്ട് ഞാനും എന്റെ ഇടവക ദേവാലയത്തിലേക്ക് ഒരു പരിശുദ്ധ കുർബാന അർപ്പണത്തിന് വരേണ്ടത് എന്റെ കർത്താവിനെ കണ്ട് ആരാധിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ മാത്രമാകുമ്പോഴാണ് എന്റെ കുർബാന അർപ്പണം ഏറ്റവും നല്ല രീതിയിൽ അനുഭവവേദ്യമാക്കി തീർക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഞാൻ ആരാധിക്കാനായിട്ട്, എന്റെ ആഗമനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആരാധകനാവുക, ആരാധികയാവുക എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ കുർബാന അർപ്പണം അനുഭവമായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉയരാം, എന്താണ് ആരാധന? ഏതാനും നാളുകൾക്ക് മുമ്പ്, കുറെ നാളുകൾക്ക് മുമ്പ് ഒരു 32 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു 2-2.5 മിനിറ്റുള്ള ഷോർട്ട് വീഡിയോ ക്ലിപ്പ് എനിക്ക് അയച്ചു. ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വചന പ്രഘോഷകനായിട്ടുള്ള അച്ഛൻ ഒരു 1.5 മണിക്കൂർ എടുത്ത് നടത്തിയ വചന പ്രഘോഷണത്തിന്റെ ഒരു ഷോർട്ട് വീഡിയോ, 2-2.5 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു ഷോർട്ട് വീഡിയോ ക്ലിപ്പായിരുന്നു. പ്രഭാതത്തിൽ എനിക്ക് അയച്ചു തന്നിട്ട് ആ ചെറുപ്പക്കാരൻ, 32 വയസ്സുള്ള ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ഏറെ സംശയമുണ്ട്, അച്ഛൻ എനിക്കൊന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് ശ്രദ്ധയോടെ ശ്രവിച്ചു. ആ വീഡിയോ ക്ലിപ്പിൽ അച്ഛൻ പറയുകയാണ്, അച്ഛൻ അവതരിപ്പിക്കുന്ന ആശയം ഇതാണ്: ആരാധന ശരിയായാലേ ഭൂമിയുടെ താളം ശരിയാവുക. ഇതാണ് അച്ഛൻ ആദ്യം പറഞ്ഞ പോയിന്റ്. ആരാധന ശരിയായാലേ ഭൂമിയുടെ താളം ശരിയാവുക. തുടർന്ന് അച്ഛൻ പറയുകയാണ്, പിശാച് ആരാധന കൊതിക്കുന്നു. പിശാച് ആരാധന കൊതിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഈശോയെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയ ശേഷം പിശാച് പരീക്ഷിക്കുന്നത്, നീ എന്നെ ആരാധിച്ചാൽ എന്ന് പറഞ്ഞ് പിശാച് പരീക്ഷിക്കുന്നു. അപ്പോൾ പിശാച് ആരാധന കൊതിക്കുന്നു. ഇനിയും ആ വീഡിയോ ക്ലിപ്പിൽ അച്ഛൻ അടുത്ത പറയുന്ന പോയിന്റ് ഇതാണ്: ദൈവത്തിനല്ലാതെ മറ്റെന്തിന് ആരാധന കൊടുത്താലും അത് പിശാചിനുള്ള ആരാധന. ദൈവത്തിനല്ലാതെ മറ്റെന്തിന് ആരാധന കൊടുത്താലും അത് പിശാചിനുള്ള ആരാധന. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ്. അപ്പം ഞാനിത് മുഴുവൻ കേട്ടു. വൈകുന്നേരം രാത്രി ഒരു 8-9 മണി കഴിഞ്ഞപ്പോഴത്തേന് ഈ ചെറുപ്പക്കാരൻ എന്നെ ഫോൺ ചെയ്തു, ചാച്ചൻ ആ വീഡിയോ ശ്രദ്ധിച്ചു? ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ചു. ഇതിൽ എന്താണ് തെറ്റ്? അച്ഛൻ പറഞ്ഞത് വളരെ കൃത്യമല്ലേ, വളരെ ഭംഗിയായിട്ട് അച്ഛൻ അവതരിപ്പിച്ചിട്ടില്ലേ? അച്ഛാ, എന്താണ് അച്ഛാ ആരാധന? ആ ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, എന്താണ് അച്ഛാ ആരാധന? ഞാൻ, എന്നെ പോലുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യര് എപ്പോഴും തന്നെ പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് എടുക്കുന്ന ഒരു ആയുധം ജപമാലയാണ്. എനിക്കൊരു സംശയം, ഞാൻ ചൊല്ലുന്ന ജപമാല പ്രാർത്ഥന ഒരു നല്ല ആരാധനയായി തീരുന്നു. ഞാൻ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ആവർത്തിച്ച് ഉരുവിടുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എന്റെ മുറിക്കുള്ളിലേക്ക് പ്രവേശിച്ച് വെറുതെ ഇരിക്കുന്ന സമയത്ത് എല്ലാം നന്മ നിറഞ്ഞ മറിയമേ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കൊരു സംശയം, ഞാൻ ചൊല്ലുന്ന ഈ ജപമാല പ്രാർത്ഥന ഒരു നല്ല ദൈവാരാധനയായി തീരുന്നുണ്ടോ? എനിക്ക് സംശയം ഇച്ചിരി ലേശം കൂടുതലായപ്പോഴത്തേന് ഞാൻ എല്ലാം നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം ഈശോയെ എന്നൊന്ന് നീട്ടി വിളിക്കും. കാരണം എനിക്ക് ഉറപ്പാക്കണം, എന്റെ ഓരോ പ്രാർത്ഥനയും ഒരു നല്ല ദൈവാരാധനയായി തീരുന്നു. ഈ ചെറുപ്പക്കാരന്റെ അനുഭവം പങ്കുവെക്കുക. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ ഇതെല്ലാം പങ്കുവെച്ചിട്ട് എന്നോട് ചോദിക്കുക, അച്ഛൻ ഒന്ന് പറഞ്ഞു തരാം, എന്താണ് ആരാധന, എന്താണ് ദൈവാരാധന? ജപമാല പ്രാർത്ഥന, പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും ദൈവാരാധനയ്ക്ക് പറ്റിയ സുന്ദരമായിട്ടുള്ള പ്രാർത്ഥനയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജപമാലയെ കുറിച്ച് പഠിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന് ഈശോയുടെ തിരുമുഖത്തെ നോക്കിയുള്ള ധ്യാനമാണ് ജപമാല. അതിസുന്ദരമായിട്ടുള്ള പ്രാർത്ഥന. നമ്മൾ ഇപ്പോൾ വിവരിക്കാനായിട്ട് പോകുന്നത് എന്താണ് ആരാധന. ആരാധന എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ കുർബാന ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നടത്താനായിട്ട് നമുക്ക് പറ്റുകയുള്ളൂ. ആരാധന, പ്രാർത്ഥനയെ നമുക്ക്
പല രീതിയിൽ തരംതിരിക്കാനായിട്ട് പറ്റും, പല തലത്തിൽ നോക്കി കാണാനായിട്ട് പറ്റും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് അതിന്റെ 2626 മുതലുള്ള നമ്പറിൽ 2626 മുതലുള്ള നമ്പറിൽ പ്രാർത്ഥനയുടെ വിവിധ തലങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നു. അതിലൊന്ന് ആരാധന, 2 യാചന, 3 മധ്യസ്ഥ പ്രാർത്ഥന, 4 കൃതജ്ഞതാ പ്രകാശനം. 1 ഏതാണ്? ആരാധന, 2 യാചന, 3 മധ്യസ്ഥ പ്രാർത്ഥന, 4 കൃതജ്ഞതാ പ്രകാശനം. എന്താണ് കൃതജ്ഞത? കൃതജ്ഞത എന്നാൽ നമുക്കറിയാം, നമ്മളൊന്ന് നടന്നു പോകുന്ന വഴിയിൽ ഒരു വലിയ അപകടത്തിൽ പെടേണ്ടതായിരുന്നു, പക്ഷേ വലിയ ദൈവിക സംരക്ഷണത്തിൽ അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. ഈശോയെ, എന്നെ രക്ഷിച്ച അങ്ങയുടെ കരത്തിന് ഞാൻ അങ്ങേക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഇത് നല്ലൊരു കൃതജ്ഞതാ പ്രകാശനത്തിനുള്ള ഉദാഹരണം. എന്താണ് യാചന? യാചന എന്താന്ന് ചോദിച്ചാൽ, എന്റെ കർത്താവേ, എന്റെ കൊച്ചു OET പരീക്ഷ എഴുതാനായിട്ട് പോവുകയാണ്, അവളുടെ പരീക്ഷ ഏറ്റവും എളുപ്പമാക്കി തീർക്കണേ. നല്ലൊരു യാചന അല്ലേ? ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട തലം എന്ന് പറയുന്നത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക. കരങ്ങൾ വിരിച്ചു പിടിച്ച് മുട്ടിന്മേൽ നിന്ന് അനേകം പേരുടെ മാനസാന്തരത്തിന് വേണ്ടി ത്യാഗമേറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അതൊരു നല്ല മധ്യസ്ഥ പ്രാർത്ഥനയായി. അപ്പം കൃതജ്ഞത എന്താ നമുക്കറിയാം, മധ്യസ്ഥ പ്രാർത്ഥന എന്താ നമുക്കറിയാം, യാചന എന്താ. അപ്പോൾ എന്താണ് ആരാധന? ആരാധന എന്താണെന്ന് ചോദിച്ചാൽ, ലളിതമായിട്ട് പറഞ്ഞാൽ ഇംഗ്ലീഷും മറ്റൊരു ഭാഷയും കൂടെ കൂട്ടിക്കലർത്തി പറഞ്ഞാൽ പ്രൈസ് ഫോർ ദ മിറാബിലിയ ഡേ എന്ന് നമുക്ക് പറയാം. എന്ന് വെച്ചാൽ മിറാബിലിയ ഡേ എന്ന് വെച്ചാൽ മിറാക്കുലസ് വർക്ക്സ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ അത്ഭുതകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. പ്രൈസ് ഫോർ ദ മിറാക്കുലസ് വർക്ക്സ് ഓഫ് ഗോഡ്, ദൈവം ചെയ്ത അത്ഭുത കൃത്യങ്ങളെ ഓർത്ത് ഒരു ഭക്തന്റെ ഉള്ളിൽ ദൈവത്തോട് തോന്നുന്ന ഒരു മതിപ്പാണ് ആരാധന. ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത കൃത്യങ്ങളെ ഓർത്ത് ഒരു ഭക്തന്റെ ഉള്ളിൽ തോന്നുന്ന, ദൈവത്തോട് തോന്നുന്ന ഒരു മതിപ്പാണ് ആരാധന. ഒരു പ്രൈസ് ആണ്, ഒരു സ്തുതിപ്പാണ് ആരാധന. ഇതിന് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഉദാഹരണം, ഒരു നല്ല ഉദാഹരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ പറയുകയാണെങ്കിൽ, പുറപ്പാട് പുസ്തകത്തിന്റെ 14-15 അധ്യായങ്ങളിൽ നമ്മൾ അത് സുന്ദരമായിട്ടുള്ള രീതിയിൽ വായിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിന്റെ 14-15 അധ്യായങ്ങൾ. 14-ാമത്തെ അധ്യായത്തിൽ ചെങ്കടൽ കടക്കുന്ന ഇസ്രായേൽ ജനത്തെ കുറിച്ചുള്ള പരാമർശം. അതായത് ചെങ്കടലിന് നടുവിലൂടെ ഇസ്രായേൽ ജനത്തിന് കർത്താവ് അതിസുന്ദരമായിട്ട് ഒരു വഴിയൊരുക്കി. രാത്രി മുഴുവൻ ശക്തമായ ഒരു കിഴക്കൻ കാറ്റ് വീശുന്നു. കടലിന് നടുവിൽ വരണ്ട ഭൂമി സൃഷ്ടിക്കപ്പെടുന്നു. ആ വരണ്ട ഭൂമിയിലൂടെ ദൈവജനം, ഇസ്രായേൽ ജനം അതിസുന്ദരമായ രീതിയിൽ ചെങ്കടൽ കടക്കുന്നു. അവരുടെ വലത്തും ഇടത്തും ജലം ഒരു മതിൽ പോലെ നിൽക്കുന്നു. പിന്നാലെ വന്ന ഫറവോയും അവന്റെ സൈന്യവും ഈ ചെങ്കടലിൽ താഴ്ന്നു പോവുകയും ചെയ്തു. എന്നാൽ ഇസ്രായേൽ ജനം സുരക്ഷിതമായി ചെങ്കടൽ പിൻവലിഞ്ഞു. ഈ ദൈവാനുഭവത്തിൽ മിറിയാമും അവളോടൊപ്പം ഉണ്ടായിരുന്ന ദൈവജനവും ചെയ്ത പ്രവൃത്തി നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം. പുറപ്പാട് പുസ്തകത്തിന്റെ 15-ാമത്തെ അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളിൽ നമ്മൾ വായിക്കും. അപ്പോൾ പ്രവാചകിയും അഹറോന്റെ സഹോദരിയുമായ മിറിയാം തപ്പു കയ്യിലെടുത്തു. സ്ത്രീകളെല്ലാവരും തപ്പുകൾ എടുത്ത് നൃത്തം ചെയ്തുകൊണ്ട് അവളെ അനുഗമിച്ചു. മിറിയാം അവർക്ക് പാടിക്കൊടുത്തു, കർത്താവിനെ പാടി സ്തുതിക്കുകയും. ദൈവം തങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ മധ്യത്തിൽ ശ്രേഷ്ഠമായ അത്ഭുത പ്രവൃത്തി ചെയ്തത്, കണ്ടത്, അനുഭവിച്ചത്, ആ പശ്ചാത്തലത്തിൽ കണ്ട് അനുഭവിച്ചു നിന്ന ആ ദൈവജനത്തിന്റെ അടുത്ത റെസ്പോൺസ് എന്ന് പറയുന്നത്, മിറിയാം എന്ത് ചെയ്തു? മിറിയാം തപ്പ് കയ്യിലെടുക്കുന്നു. സ്ത്രീകൾ എല്ലാവരും അവളോടൊപ്പം തപ്പ് കയ്യിലെടുക്കുന്നു. മിറിയാം അവർക്ക് പാട്ട് പാടിക്കൊടുക്കുന്നു. അവരെല്ലാവരും ദൈവത്തെ പാടി സ്തുതിക്കുന്നു. ദൈവം ഒരു അത്ഭുത കൃത്യം ചെയ്തു. അത് സ്വജീവിതത്തിൽ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ തങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവത്തെ അവർ മഹത്വപ്പെടുത്തി ആരാധിച്ചു. പ്രൈസ് ഫോർ ദ മിറാക്കുലസ് വർക്ക്സ് ഓഫ് ഗോഡ്. പ്രിയപ്പെട്ടവരെ, ആരാധനയ്ക്കുള്ള അതിസുന്ദരമായിട്ടുള്ള ഒരു ഉദാഹരണമാണ്
അങ്ങനെ ആകുമ്പോ നമ്മൾ കുർബാന അർപ്പണത്തിന് ദേവാലയത്തിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുത കൃത്യങ്ങളെ ഓർത്ത് ദൈവത്തെ മതിപ്പോടുകൂടെ കാണേണ്ട സമയമാണ് കുർബാന അർപ്പണത്തിന്റെ സമയം എന്നുള്ളൊരു ബോധ്യം സൂക്ഷിക്കണം. ദൈവം എനിക്ക് വേണ്ടി ചെയ്ത, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ നാടിന് വേണ്ടി, ജനം മുഴുവനും വേണ്ടി, ദൈവജനം മുഴുവനും വേണ്ടി ചെയ്ത അത്ഭുത കൃത്യങ്ങളെ ഓർത്ത്, ശ്രേഷ്ഠമായ അത്ഭുത കൃത്യങ്ങളെ ഓർത്ത് ദൈവത്തോട് തോന്നുന്ന ഒരു മതിപ്പ്. ഇനി എന്താണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ശ്രേഷ്ഠമായ അത്ഭുത കൃത്യങ്ങൾ? എനിക്ക് നല്ല സാമ്പത്തിക ശേഷി തന്നതാണോ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത ഏറ്റവും ശ്രേഷ്ഠമായ അത്ഭുത പ്രവൃത്തി? എന്റെ പിള്ളേരുടെ കരിയർ മെച്ചപ്പെടുത്തി തന്നതാണോ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത അത്ഭുത കൃത്യം? ഇതെല്ലാം എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത അത്ഭുത കൃത്യങ്ങൾ തന്നെയാണ്. സാമ്പത്തിക സുസ്ഥിതി കർത്താവിന്റെ വലിയൊരു കൃപ തന്നെയാണ്, തീർച്ചയായിട്ടും അത്ഭുതം തന്നെയാണ്. ശാരീരികമായിട്ടുള്ള ആരോഗ്യം കർത്താവിന്റെ വലിയ ദാനമാണ്, സംശയമില്ല. ഇതെല്ലാം കർത്താവ് നമുക്ക് നൽകിയ ദാനവും അനുഗ്രഹവും തന്നെ. പക്ഷേ ശ്രദ്ധിക്കുക, ദൈവം എനിക്ക് വേണ്ടി ചെയ്ത ഏറ്റവും ശ്രേഷ്ഠമായ അത്ഭുത പ്രവർത്തികൾ, ശ്രേഷ്ഠകരമായ അത്ഭുത പ്രവർത്തികൾ ഏതെന്ന് ചോദിച്ചാൽ അത് ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിൽ എനിക്ക് വേണ്ടി പരസ്യ ജീവിതം നടത്തി, പീഡ സഹിച്ചു, കുരിശിൽ മരിച്ചു, മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്ത് ഇന്ന് പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി. കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത അത്ഭുത കൃത്യങ്ങൾ, ശ്രേഷ്ഠകരമായ അത്ഭുത കൃത്യങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ അത് അവിടുത്തെ മനുഷ്യാവതാരം, അവിടുത്തെ പരസ്യ ജീവിതം, അവിടുത്തെ പീഡാസഹനം, അവിടുത്തെ കുരിശുമരണം, അവിടുത്തെ ഉത്ഥാനം. ഈ രക്ഷാകര രഹസ്യങ്ങളെ ഓർത്ത് ഒരു ക്രിസ്തു ശിഷ്യൻ മതിപ്പോടെ നിൽക്കുന്ന ഒരു സമയമാണ് കുർബാന അർപ്പണത്തിന്റെ സമയം. എനിക്ക് വേണ്ടി എന്നോട് ഒരു 22-23 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരിക്കൽ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ എൻ്റെ ഒരു പ്രത്യേക നിയോഗം അച്ഛനുമായിട്ട് പങ്കുവെക്കുക, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ വിദേശത്ത് പോകുമ്പോൾ ഞാൻ അറിഞ്ഞു, അതായത് അവിടെ എല്ലാ ദിവസവും ആ വിദേശത്തുള്ള വൈദികർ എല്ലാ ദിവസവും കുർബാന അർപ്പിക്കുന്ന ഒരു ശൈലി അത്ര കാര്യമായിട്ടില്ല. എന്നാൽ മലയാളികളായിട്ടുള്ള വൈദികർ എവിടെയുണ്ടോ അവിടെ എല്ലാം എല്ലാ ദിവസവും കുർബാന അർപ്പിക്കുന്ന ശൈലിയുണ്ട്. അച്ഛൻ എനിക്ക് വേണ്ടി ഒരു പ്രത്യേക നിയോഗം കർത്താവിനോട് പങ്കുവെക്കണം. ഞാൻ ചെല്ലുന്നിടത്ത് എനിക്ക് അക്കോമഡേഷൻ കിട്ടുന്ന സ്ഥലത്ത് ഒരു മലയാളി വൈദികൻ ഉണ്ടാകണം. അങ്ങനെ ആകുമ്പോൾ എനിക്ക് എല്ലാ ദിവസവും കുർബാന അർപ്പണത്തിൽ പങ്കെടുക്കാനായിട്ട് തക്ക സാഹചര്യം രൂപപ്പെടും. ഈ നിയോഗത്തിന് വേണ്ടി അച്ഛൻ എന്നും പ്രാർത്ഥിക്കണം. നമുക്ക് ഒരു പെൺകുട്ടി പങ്കുവെച്ച ഒരു നിയോഗം. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ആശ്ചര്യം, ഒരു കൗതുകം, എന്തുകൊണ്ട് ഇത്രയും കാര്യമായിട്ട് കുർബാനയെ സ്നേഹിക്കുന്നു, കുർബാന അർപ്പണത്തെ സ്നേഹിക്കുന്നു? അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത്രയും കാര്യമായിട്ട് കുർബാന അർപ്പണത്തെ സ്നേഹിക്കുന്നത്? കുർബാന എന്തുകൊണ്ടാണ് ഇത്രയും സ്നേഹിക്കുന്നത്? ഉടനെ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, ഞാൻ കുർബാന അർപ്പണത്തിൽ നിൽക്കുമ്പോൾ, കരങ്ങൾ കൂപ്പി പിടിച്ചു നിൽക്കുമ്പോൾ, എൻ്റെ ഈശോ എനിക്ക് വേണ്ടിയാണല്ലോ ഈ പീഡാസഹനവും കുരിശുമരണവും എല്ലാം ഏറ്റെടുത്തത് എന്നതിനെ ഓർത്ത് ഞാൻ പല അവസരങ്ങളിലും നിന്നിട്ടുണ്ട്. ഞാൻ കുർബാന അർപ്പണത്തിന് നിൽക്കുമ്പോൾ, കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ഞാൻ അൾത്താരയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ, കർത്താവിന്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ അത് എനിക്ക് വേണ്ടിയായിരുന്നു എന്നൊരു ബോധ്യം. ആ ബോധ്യമാണ് കുർബാനയെ സ്നേഹിക്കാനായിട്ട് അവളെ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ തന്റെ പീഡാസഹനവും കുരിശുമരണവും എനിക്ക് വേണ്ടി നടത്തി എന്നുള്ള ബോധ്യം, ഈ ബോധ്യം പ്രധാനപ്പെട്ടതാണ്. കർത്താവിന്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും ധ്യാനിച്ചു നിൽക്കേണ്ട സമയമാണ് കുർബാന അർപ്പണത്തിന്റെ സമയം. പക്ഷേ നിർഭാഗ്യവശാല പലപ്പോഴും തന്നെ നമ്മൾ നമ്മുടെ ജീവിത രഹസ്യങ്ങളെയാണ് ധ്യാനിക്കുന്നത്. എനിക്കറിയാം, ഒരുപാട് പേര് കുർബാന അർപ്പണത്തിന്റെ സമയത്ത് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നു.
പക്ഷെ പലപ്പോഴും തന്നെ പലരുടെയും കണ്ണുനീർ എന്ന് പറയുന്നത് അവരവരുടെ ജീവിത പ്രതിസന്ധികളെ ഓർത്തുള്ള കണ്ണുനീരാണ്. എന്നാൽ അതിനപ്പുറത്ത് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി പീഡ സഹിച്ച്, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച്, എനിക്ക് വേണ്ടി 3-ാം ദിവസം ഉത്ഥാനം ചെയ്തു എന്ന രഹസ്യത്തെ ഓർത്ത് ദൈവ സ്നേഹത്താൽ പ്രേരിതരായ കണ്ണുനീരണിയുന്നവരുടെ എണ്ണം നമ്മുടെ സഭയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുർബാന അർപ്പണം നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഈ കുർബാന അർപ്പണം ഒന്ന് തീരാതിരുന്നെങ്കിൽ, കുർബാന അർപ്പണം ഒന്ന് തീരാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത്. എപ്പോഴാണ് നമ്മുടെ കുർബാന അർപ്പണം ഒരു വിരസമാകുന്നത്? G.K. ചെസ്റ്റർട്ടൺ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധനായിട്ടുള്ള വ്യക്തി അദ്ദേഹം പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കാത്തവർക്ക് വിശുദ്ധ കുർബാന വിരസമായി. ദൈവത്തെ സ്നേഹിക്കാത്തവർക്ക് വിശുദ്ധ കുർബാന വിരസമായിരിക്കും. ദൈവത്തെ സ്നേഹിച്ച് ഈശോ എനിക്ക് വേണ്ടി പീഡ സഹിച്ച് കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്തു എന്നതിനെ ഓർത്ത് ഈശോയെ സ്നേഹിക്കാത്ത ഏതു മനുഷ്യനും കുർബാന അർപ്പണത്തിന്റെ സമയം ഒരു വിരസതയുടെ സമയമാണ്. കുർബാന അർപ്പണത്തിന്റെ സമയം ഈശോയെ കുറിച്ചുള്ള ഓർമ്മ സൂക്ഷിക്കാനായിട്ടുള്ള സമയം. ഈശോ അന്ത്യ അത്താഴത്തിന്റെ സമയത്ത് അപ്പവും വീഞ്ഞുമെല്ലാം എടുത്ത് ആ കൃത്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ട് ഈശോ പറഞ്ഞു തന്റെ അപ്പസ്തോലന്മാരോട്, ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. ആരുടെ ഓർമ്മയ്ക്കായി ചെയ്യുവേ? എന്റെ ഓർമ്മയ്ക്കായിട്ട്, അതായത് ഈശോയുടെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യാനായിട്ടാണ് ഈശോ പറഞ്ഞത്. കുർബാന അർപ്പണം ഈശോയുടെ ഓർമ്മയാണ്, എന്റെ ഓർമ്മയല്ല. എന്റെ ജീവിത രഹസ്യത്തിന്റെ ഓർമ്മയല്ല, എന്റെ ജീവിത പ്രതിസന്ധികളുടെ ഓർമ്മയല്ല കുർബാന അർപ്പണത്തിന്റെ സമയം എന്ന് പറയുന്നത്. മറിച്ച് അത് ഈശോയുടെ ജീവിത രഹസ്യത്തെ ഒരു ഭക്തൻ ഓർമ്മിച്ചിരിക്കുന്ന സമയമാണ്, ധ്യാനിച്ചിരിക്കുന്ന സമയമാണ്. അന്നാ പെസഹ തിരുനാളിൽ നിന്നുള്ള ഗാനം ആലപിക്കുമ്പോൾ എന്റെ ചിന്ത കർത്താവിന്റെ അന്ത്യ അത്താഴത്തിലേക്ക് ഉയരണം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്നുള്ള പ്രാർത്ഥനാ ഗീതം നമ്മൾ ആലപിക്കുന്ന സമയത്ത് എന്റെ ഓർമ്മ യഥാർത്ഥത്തിൽ ബെത്ലഹേമിലേക്ക് എത്തണം. അന്ന് ബെത്ലഹേമിൽ ഈശോ പിറന്നപ്പോൾ മാലാഖമാർ ചേർന്ന് പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഈശോ എനിക്ക് വേണ്ടി മനുഷ്യനായി എന്നുള്ള രഹസ്യത്തെ ധ്യാനിക്കുന്ന സമയമാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്നുള്ള കീർത്തനത്തിന്റെ സമയം. ഇനി അതിനുശേഷം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ഉരുവിടുന്ന സമയത്ത് എനിക്ക് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം എന്നെ സ്നേഹിച്ച, ലോകത്തെ സ്നേഹിച്ച സ്വർഗീയ പിതാവിനെ സ്നേഹത്തോടെ കണ്ട് ഒരു ഭക്തൻ വിളിക്കുകയാ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതായത് തന്റെ ഏകജാതനെ പോലും നൽകാൻ തക്കവിധം എന്നെ സ്നേഹിച്ച എന്റെ പിതാവിനെ കണ്ടു വിളിക്കുന്ന പ്രാർത്ഥനയാണ് അവിടെ സ്വർഗസ്ഥനായ പിതാവേ. കാസയും പീലാസയും എടുത്തുയർത്തി ബലിപീഠത്തിലേക്ക് കൊണ്ടുചെന്ന് പുരോഹിതൻ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ദൈവജനം കർത്താവിന്റെ പീഡാസഹന യാത്രയെ ധ്യാനിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം കാസയും പീലാസയും എടുത്തുയർത്തുമ്പോൾ, കുരിശാകൃതിയിൽ എടുത്തുയർത്തി പിടിക്കുമ്പോൾ ദൈവജനം എന്താണ് അനുസ്മരിക്കേണ്ടത്? ദൈവജനം അനുസ്മരിക്കേണ്ടത് കർത്താവിന്റെ കുരിശു മരണത്തെ നമ്മൾ ഓരോരുത്തരും ധ്യാനിച്ചു നിൽക്കേണ്ട സമയമാണ്. കർത്താവിന്റെ കുരിശു മരണത്തെ ധ്യാനിച്ചു നിൽക്കേണ്ട സമയമാണ് കാസയും പീലാസയും എടുത്തുയർത്തുന്ന സമയം. ഇങ്ങനെ ഒന്ന് കുർബാന പുസ്തകത്തിന്റെ ഓരോ പ്രാർത്ഥനയും ഒന്ന് നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. കുർബാന അർപ്പണം എന്ന് പറയുന്നത് തുടക്കം മുതൽ ഒടുക്കം വരെ ഈശോയെ കുറിച്ചുള്ള ഓർമ്മയാണ്. അപ്പൊ പിന്നെ നമ്മുടെ ജീവിത നിയോഗങ്ങൾ തീർച്ചയായിട്ടും കുർബാന അർപ്പണത്തിൽ പങ്കുവയ്ക്കണം, ഒരു സംശയമില്ല. തീർച്ചയായിട്ടും കുർബാന അർപ്പണത്തിന്റെ ആരംഭത്തിൽ, കുർബാന അർപ്പണത്തിന് തൊട്ടു മുൻപ് ഏതൊക്കെ നിയോഗങ്ങളാണോ ഈ കുർബാന അർപ്പണത്തിൽ എനിക്ക് പങ്കുവെക്കാനായിട്ടുള്ളത് അതെല്ലാം പങ്കുവെക്കുക പ്രിയപ്പെട്ടവരെ, അതെല്ലാം പങ്കുവെക്കുക. അതിനുശേഷം നമ്മുടെ കുർബാന അർപ്പണം ആരംഭിക്കും. കുർബാന അർപ്പണത്തിന്റെ സമയം മുഴുവൻ ഈശോയെ കുറിച്ചുള്ള ധ്യാനമായിരിക്കണം. നമ്മൾക്ക് കുർബാന അർപ്പണത്തിൽ
ഒരു സുന്ദരമായ പ്രാർത്ഥന. ബലിപീഠത്തിലേക്ക് തിരിഞ്ഞ് പുരോഹിതൻ കരങ്ങൾ വിരിച്ചു പിടിച്ച്, കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും അങ്ങനെ എല്ലാവർക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന, ഒരു നല്ല മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥനയെ കുറിച്ച് എനിക്കൊരു സംശയം തോന്നിയപ്പോൾ ഈ കുർബാന പുസ്തകത്തിലെ പ്രാർത്ഥനകളെല്ലാം നല്ല രീതിയിൽ പഠിച്ച ഒരു വൈദികനെ ഞാൻ വിളിച്ചു. അച്ഛനോട് പ്രാർത്ഥനയുടെ സംശയങ്ങൾ ചോദിക്കുക. അപ്പൊ ആ അച്ഛൻ എന്നോട് പറഞ്ഞു തന്ന ഒരു സുന്ദരമായ ഒരു കാര്യമാണ്. അതായത് യഥാർത്ഥത്തിൽ നമ്മുടെ കുർബാന പുസ്തകത്തിൽ ഇത് 2 തരത്തിൽ ഈ പ്രാർത്ഥന നൽകിയിട്ടുണ്ട്. അതായത് ഇത് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരും എല്ലാവർക്കും വേണ്ടി ആ പ്രാർത്ഥന മനസ്സിലേക്ക് ഓൾറെഡി വന്നല്ലോ. ഈ പ്രാർത്ഥന 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി അതല്ല എങ്കിൽ തന്നെ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് 3ആയിട്ട് തിരിക്കാതെ 1ആയിട്ട് തന്നെയും ആ പ്രാർത്ഥന. എന്നിട്ട് ഇത് എന്നോട് പങ്കുവെച്ചിട്ട് ആചാര്യ പറഞ്ഞു, എന്തുകൊണ്ട് ഇത് 3ആയിട്ട് തിരിച്ചു? യഥാർത്ഥത്തിൽ മൂലഗ്രന്ഥത്തിൽ ഈ പ്രാർത്ഥന 1ആയിട്ട് കിടക്കുന്നു, 3ആയിട്ട് തിരിച്ചിരിച്ചു. ഒറിജിനൽ ടെക്സ്റ്റിൽ മൂലഗ്രന്ഥത്തിൽ ഈ പ്രാർത്ഥന 3ആയിട്ട് തിരിച്ചിരിച്ചു. പിന്നെ എന്തുകൊണ്ട് 3ആയിട്ട് പിന്നീട് തിരിച്ചു എന്ന് ചോദിച്ചാൽ, ദൈവജനം വെറുതെ നിൽക്കുവാണല്ലോ. അവരുടെ ചിന്ത, ഭാവന, ഓർമ്മ മറ്റെവിടേക്കും സഞ്ചരിക്കാതിരിക്കാൻ, കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രാർത്ഥന വെച്ചു കൊടുക്കാമെന്നുള്ളൊരു ചിന്തയിൽ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഓരോ ഭാഗത്തിന്റെ അവസാനം കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. ഇപ്പോൾ ദൈവജനം പറയുകയാണ്, കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. ഇത് പറഞ്ഞിട്ട് ഈ അച്ഛൻ എന്നോട് പറയുകയാണ്, യഥാർത്ഥത്തിൽ ദൈവജനമായ നമ്മളെല്ലാവരും കുർബാന അർപ്പണത്തിന്റെ സമയത്ത് ഒരു ഫുട്ബോൾ കളിയിൽ ഗോളി നിൽക്കുന്നത് പോലെ നിൽക്കാനായിട്ട് വിളിക്കപ്പെട്ടു. ഫുട്ബോൾ കളിയിൽ ഗോളി നിൽക്കുന്നത് പോലെ നിൽക്കാനായിട്ട് കുർബാന അർപ്പണത്തിന്റെ സമയത്ത് വിളിക്കപ്പെട്ടവരാണ്. എന്താണ് ഗോളി നിൽക്കുന്ന ശൈലിയുടെ പ്രത്യേകത? ഗോളിയുടെ കയ്യിൽ എപ്പോഴും പന്തുണ്ടോ? പന്തില്ല. ഗോളിയുടെ കാലിൽ എപ്പോഴും പന്തുണ്ടോ? പന്തില്ല. പക്ഷേ ഗോളിയുടെ കണ്ണ് എപ്പോഴും എവിടായിരിക്കും? ഗോളിയുടെ കണ്ണ് എപ്പോഴും പന്തിലായിരിക്കും. ഇതുപോലെ തന്നെ അച്ഛൻ എനിക്ക് പറഞ്ഞു തരികയാണ്, ഇതുപോലെ തന്നെ കൂടെ ആംഗ്യങ്ങളൊന്നും ഇല്ല എങ്കിൽ തന്നെയും, കൂടെ ചൊല്ലാനായിട്ട് പ്രാർത്ഥന ഒന്നുമില്ല എങ്കിൽ തന്നെയും, ദൈവജനത്തിന്റെ ചിന്തയും ഭാവനയും ഓർമ്മയും എല്ലാം എപ്പോഴും തന്നെ മിശിഹാ രഹസ്യത്തിലായിരിക്കണം, ഈശോയുടെ ജീവിത രഹസ്യത്തിൽ തന്നെ ആയിരിക്കണം. കുർബാന അർപ്പണത്തിന്റെ സമയം മുഴുവൻ നമ്മുടെ ചിന്ത ഈശോ എനിക്ക് വേണ്ടി ചെയ്ത വലിയ ദൈവിക രഹസ്യത്തെ കുറിച്ചുള്ള ഓർമ്മയിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ കുർബാന കൂടുതൽ ഫ്രൂട്ട്ഫുൾ ആവും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഈശോയുടെ ജീവിത രഹസ്യത്തെ ധ്യാനിക്കണമെങ്കിൽ ഈശോയുടെ ജീവിത രഹസ്യത്തിന്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇത്രയും വിലയുള്ളതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇത്രയും വലിയ ഈശോയുടെ മനുഷ്യാവതാരം, ഈശോയുടെ പരസ്യ ജീവിതം, ഈശോയുടെ പീഡാസഹനം, ഈശോയുടെ കുരിശുമരണോത്ഥാനം, അതിനെത്രത്തോളം ശക്തിയുണ്ട് എന്ന് ആ മൂല്യം ഞാൻ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ കുർബാന അർപ്പണത്തിൽ ഈശോയുടെ ജീവിത രഹസ്യത്തെ കുറിച്ച് ചിന്തിക്കാനായിട്ട് എനിക്ക് പറ്റത്തുള്ളൂ. അല്ലെ, സ്വർണത്തിന്റെ മൂല്യം അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി സ്വർണം എടുത്ത് ഒരിക്കലും എറിയത്തില്ല. സ്വർണത്തിന്റെ മൂല്യം അറിഞ്ഞിട്ടുള്ള വ്യക്തി സ്വർണം എടുത്ത് പട്ടികട്ട് എറിയത്തില്ല. മൂല്യം മനസ്സിലാക്കിയാൽ മാത്രമേ ശ്രേഷ്ഠമായിട്ട് നിൽക്കാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. മൂല്യം മനസ്സിലാക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ജീവിത രഹസ്യത്തിന്റെ മൂല്യം മനസ്സിലാക്കാനായിട്ട് പൗലോസ് ശ്ലീഹായുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിയണം. അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിൽ പൗലോസ് ശ്ലീഹ കൊറിന്തോസിലെ സഭ സന്ദർശിക്കുന്ന രംഗം നമ്മൾ വായിക്കും. കൊറിന്തോസിൽ അത് അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിന്റെ 18ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ പൗലോസ് ശ്ലീഹ കൊറിന്തോസ് സന്ദർശിക്കുന്ന രംഗം വായിക്കുന്നത്. അതിന്റെ 18ാമത്തെ അധ്യായത്തിന്റെ 11ാമത്തെ വാക്യത്തിൽ
പൗലോസ് അവരുടെ ഇടയിൽ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ട് അവിടെ 1 വർഷവും 6 മാസവും താമസിച്ചു എന്ന് നമ്മൾ വായിക്കും. അതായത് പൗലോസ് കൊറിന്തോസിൽ എത്ര നാളുണ്ടായിരുന്നു? 1 വർഷവും 6 മാസം. ഏകദേശം 1.5 കൊല്ലം പൗലോസിലെ കൊറിന്തോസിന്റെ മുക്കിലും മൂലയിലും നടന്ന് അപ്പസ്തോലനായ പൗലോസ് ദൈവവചനം പങ്കുവയ്ക്കുക. അപ്പം AD 52-53 പൗലോസ് ശ്ലീഹായുടെ ഈ കൊറിന്തോസ് സന്ദർശനം എന്നാണ് വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതന്മാർ പറയുന്നത്. 1.5 കൊല്ലം താമസിക്കുന്നു. നീ 1.5 കൊല്ലം താമസിച്ചപ്പോ 1.5 കൊല്ലം കൊറിന്തോസിലായിരുന്ന സമയത്ത് പൗലോസ് ശ്ലീഹ എടുത്ത ഒരു നിലപാട്, ആ നിലപാട് എവിടെയാണ് നമ്മൾ വായിക്കുന്നതെന്ന് ചോദിച്ചാൽ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കും. പൗലോസ് ശ്ലീഹ കൊറിന്തോസിലായിരുന്ന സമയത്ത് എടുത്ത നിലപാട് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ, ആരുടെ ഇടയിലായിരുന്നപ്പോൾ? കൊറിന്തോസിലെ ദൈവജനത്തിന്റെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. വചനം അങ്ങനെയാണ്. പൗലോസ് ശ്ലീഹ എടുത്ത നിലപാട് പൗലോസ് ശ്ലീഹ പറയുകയാണ്: നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. അതായത് പൗലോസ് ശ്ലീഹ കൊറിന്തോസിലായിരുന്ന സമയത്ത് ഓരോ അവസരങ്ങളിൽ യാത്ര ചെയ്തപ്പോഴും മറ്റനേകം അവസരങ്ങളിലും ഒരേ ഒരു ചിന്തയെ സൂക്ഷിച്ചുള്ളൂ. ഗ്രീക്ക് തത്വശാസ്ത്രത്തിലും മറ്റനേകം മേഖലകളിലും പാണ്ഡിത്യമുണ്ടായിരുന്ന പൗലോസ് ശ്ലീഹ പറയുക: ഇനി മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ല, ഒന്നിനെ കുറിച്ച് മാത്രമേ അറിയുന്നുള്ളൂ, ക്രൂശിതനായവൻ. അതായത് പൗലോസ് ശ്ലീഹായുടെ ചിന്തയിലും ഭാവനയിലും ഓർമ്മയിലും എല്ലാം ഒരേ ഒരു വ്യക്തി, ക്രൂശിതനായ, ക്രൂശിക്കപ്പെട്ട. അതായത് മിശിഹ രഹസ്യത്തെ ധ്യാനിച്ച് ജീവിച്ച് പൗലോസ് ശ്ലീഹ കൊറിന്തോസിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക. മിശിഹ രഹസ്യത്തെ ധ്യാനിക്കുന്ന പൗലോസ്. ഈ പൗലോസ് ശ്ലീഹ കൊറിന്തോസിൽ നിന്ന് പിന്നീട് അന്ത്യോക്യയിലേക്കും, അന്ത്യോക്യയിൽ നിന്ന് പിന്നീട് എഫേസോസിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ ഏകദേശം 5 കൊറിന്തോസിലെ സഭാ സന്ദർശനത്തിന് ശേഷം, കൊറിന്തോസിൽ ശുശ്രൂഷ ചെയ്ത ശേഷം യാത്ര ചെയ്ത് അന്ത്യോക്യയിലും എല്ലാം പോയ ശേഷം, മറ്റനേക സ്ഥലങ്ങളിൽ പോയ ശേഷം പൗലോസ് എഫേസോസിൽ എത്തി നിൽക്കുന്ന രംഗം അപ്പോസ്തല പ്രവർത്തന പുസ്തകത്തിന്റെ 19-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അതായത് കഴിഞ്ഞ നാളുകളിലെല്ലാം ക്രൂശിതനായവനെ കുറിച്ചുള്ള ചിന്ത സൂക്ഷിച്ച പൗലോസ് ശ്ലീഹായുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനത്തിന്റെ 19-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, 11-ാമത്തെ വാക്യം എത്തുമ്പോഴത്തേന് നമ്മൾ വായിക്കും: പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവന്റെ ശരീരസ്പർശമേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. ശ്രദ്ധിക്കുക, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. വചനത്തിലേക്ക് ഒന്ന് കാത് കൂർപ്പിക്കുക. പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവന്റെ ശരീരസ്പർശമേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ, അതായത് പൗലോസ് ശ്ലീഹ കഴിഞ്ഞ കാലങ്ങളിൽ ഈശോ രഹസ്യത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ, ക്രൂശിതനായവനെ കുറിച്ച് മാത്രം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ, പൗലോസ് ശ്ലീഹായുടെ കരങ്ങൾ വഴി ദൈവശക്തി അതിശയിപ്പിക്കുന്ന രീതിയിൽ ഒഴുകുകയാണ്. പൗലോസ് ശ്ലീഹായുടെ ശരീരസ്പർശമേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും പോലും അവ കൊണ്ടുപോയി രോഗികളുടെ മേൽ വയ്ക്കുമ്പോൾ തന്നെ അവർക്ക് രോഗസൗഖ്യം. അശുദ്ധാത്മാക്കളാൽ ബാധിക്കപ്പെട്ടവരുടെ മേൽ പൗലോസ് ശ്ലീഹായുടെ അംഗവസ്ത്രങ്ങൾ, പൗലോസ് ശ്ലീഹായുടെ തൂവാല കൊണ്ട് വെക്കുമ്പോൾ അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് വിട്ടു പുറത്തേക്ക് പോകും.
ഇതെങ്ങനെ ഈ പൗലോസ്ലീഹായിൽ ഇത്തരത്തിലുള്ള ശക്തി പ്രവർത്തിച്ചു എന്ന് ചോദിച്ചാൽ, പൗലോസ്ലീഹ ഈശോയുടെ ജീവിത രഹസ്യത്തെ കുറിച്ച് ധ്യാനിച്ചു. ക്രൂശിതനായവനെ കുറിച്ച് മാത്രം ചിന്തിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ക്രൂശിതനായ ഈശോയിൽ പ്രവർത്തിച്ച അതേ ശക്തി പൗലോസ്ലീഹായിലൂടെ പ്രവർത്തിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ഓരോ ജീവിത രഹസ്യത്തിനും അതിശയിപ്പിക്കുന്ന ശക്തിയുണ്ട്. കർത്താവിന്റെ ജീവിത രഹസ്യങ്ങളിലൂടെയാണ് അതിശയിപ്പിക്കുന്ന ശക്തി ഈ കാലഘട്ടത്തിലും ഒഴുകുന്നത്, കൃപയുടെ ഭണ്ഡാകാരത്തിൽ നിന്ന് ഒഴുകുന്നത്. അതുകൊണ്ട് ഈ മിശിഹാ രഹസ്യത്തെ, ഈശോയുടെ മനുഷ്യാവതാരത്തെ, ഈശോയുടെ പരസ്യ ജീവിതത്തെ, ഈശോയുടെ പീഡാസഹനത്തെ, ഈശോയുടെ കുരിശുമരണത്തെ, ഈശോയുടെ ഉത്ഥാനത്തെ വിലമതിക്കണം, മൂല്യമുള്ളതായി കണക്കാക്കണം. ഒരുപാട് ദൈവശക്തി ഈ ജീവിത രഹസ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. അത് ധ്യാനിക്കുന്ന, അത് സ്വീകരിക്കുന്ന ഒരു വ്യക്തി വലിയ വിടുതലൊക്കെ അനുഭവിക്കും. ഞാൻ ഓർക്കുകയാണ്, ഇവിടെ ധ്യാനിക്കാനായിട്ട് വന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ രാത്രിയിൽ അവന് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് ഒരു ശുശ്രൂഷകൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഒരു രാത്രി 10-10:15 അപ്പോൾ ഞാൻ അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ, ഇറ്റലിക്ക് പോകാനായിട്ട് ഉള്ള പ്രൊസീജിയേഴ്സ് എല്ലാം നടക്കുവാണ്. ധ്യാനത്തിന് വരുന്നതിന് തൊട്ട് മുൻപ് പറഞ്ഞു, ഇവനോടൊപ്പം വിസയ്ക്ക് അപേക്ഷിച്ച പലരുടെയും വിസ റിജക്റ്റ് ചെയ്യപ്പെട്ടു. ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അപ്പോ എന്റെ വിസയും റിജക്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള ആകുലതയിൽ ഇവൻ ഇങ്ങനെ ഒരുപാട് മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നത് കൊണ്ട് ഇവൻ ഉറക്കം വരും. അപ്പൊ ഈ പിരിമുറുക്കത്തിന്റെ സമയത്ത് ഇവൻ എന്നോട് പങ്കുവെച്ച ഒരു അനുഭവം, ഇതാണ്. ഈ ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടറായിട്ടുള്ള ഈ പച്ചനച്ഛനെ ഇവൻ വന്നു കണ്ടു. ഒരു കാലഘട്ടത്തിൽ ഇവൻ മദ്യപാനത്തിന് അഡിക്റ്റായി ജീവിതം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവന് തോന്നി, ഇത് ശരിയാകത്തില്ല, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഇവൻ വിചാരിച്ചു, മദ്യപാനം ഒഴിവാക്കിയിടുന്ന പിന്നെ പുകവലിയിലേക്ക്, അങ്ങനെ മദ്യപാനം ഉപേക്ഷിക്കുക, പുകവലിച്ച് ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവന് തോന്നി, ഇത് ഇപ്പോ ശരിയാകത്തില്ല, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം. ഇവൻ എന്ത് ചെയ്തു? വായിൽ വെക്കുന്ന മറ്റൊരു പദാർത്ഥം, പുകവലി ഉപേക്ഷിച്ചു, വായിൽ വെക്കുന്ന ഒരു പദാർത്ഥം സ്വീകരിക്കുന്ന ഒരു ശൈലിയിലേക്ക് മാറി. അങ്ങനെ അതും അസ്വസ്ഥതയായി അവസാനം ഈ ചുണ്ടിനകമെല്ലാം, വായിക്കായി കിറിക്കകമെല്ലാം പൊട്ടാനായിട്ട് തുടങ്ങിയപ്പോഴത്തേന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ഭയങ്കര ആഗ്രഹം. ഇവൻ എന്ത് ചെയ്തു? ഇവിടെയുള്ള ഈ പച്ചനച്ഛനെ, ഡയറക്ടർ അച്ഛനെ വന്ന് അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അച്ഛൻ ഇവനോട് പറഞ്ഞു, നീ ഒന്ന് ഒരുക്കത്തോടെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കാം. ഒരുക്കത്തോടെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കാം. ഇവൻ എന്ത് ചെയ്തു? ഇവൻ ഉടനെ സ്വീകരിച്ചു. അവൻ ഒരുക്കത്തോടെ കുമ്പസാരിച്ചു, നല്ല യോഗ്യതയോടെ അവൻ കുർബാന സ്വീകരിച്ചു. അന്ന് രാത്രി അവൻ എന്നോട് പറയുകയാണ്, അച്ഛാ, പിന്നീട് ഒരിക്കൽ പോലും, അന്ന് ഒരുങ്ങി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച ശേഷം പിന്നീട് ഒരിക്കൽ പോലും അത്തരത്തിലുള്ള അടിമത്തത്തിലേക്ക് ഞാൻ പോയിട്ടേയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞവരെ, അതിശയിപ്പിക്കുന്ന ശക്തി ഈ കൂദാശയിലൂടെ, ഈശോയുടെ ജീവിത രഹസ്യത്തെ ഓർക്കുന്ന, അനുസ്മരിക്കുന്ന, പുനരാവിഷ്കരിക്കുന്ന ഈ കൂദാശയിലൂടെ ഒഴുകിയത് ആ ചെറുപ്പക്കാരൻ അനുഭവിച്ചു. ഇതുപോലെ തന്നെ എനിക്കും നിങ്ങൾക്കും അനുഭവിക്കാം ഈശോയുടെ ജീവിത രഹസ്യത്തിന്റെ ശക്തി. അതിനെന്നാ ചെയ്യണം? ഞാൻ കുർബാന അർപ്പണത്തിൽ ഒരു ആരാധകനാകാനായിട്ട് ആഗ്രഹിച്ചു, ഒരു ആരാധിക ആകാനായിട്ട് ആഗ്രഹിച്ചു. നമ്മുടെ ജീവിത നിയോഗങ്ങളെല്ലാം കുർബാനയ്ക്ക് മുൻപ് പങ്കുവെക്കുക, തുടർന്ന് കുർബാന അർപ്പണത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള സമയത്ത് പ്രിയപ്പെട്ടവരെ, കുർബാന പുസ്തകം ഉപയോഗിച്ച് ഏതു ജീവിത രഹസ്യമാണോ ഓരോ പ്രാർത്ഥനയിലും പങ്കുവെക്കുന്നത്, ഈശോയുടെ ജീവിതത്തെ കുറിച്ച് ധ്യാനിക്കാനായിട്ട് ഉതകുന്ന ഏതൊക്കെ കാര്യങ്ങളാണോ ഓരോ പ്രാർത്ഥനയിലും പങ്കുവെക്കുന്നത്, ആ പ്രാർത്ഥനയിൽ തന്നെ ശ്രദ്ധയൂന്നി ഹൃദയം ഉന്നതങ്ങളിലേക്ക് ഉയർത്തുക.
നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയർത്തുവിനെന്നുള്ള പ്രാർത്ഥന അർത്ഥവത്തായി തീരണം. എന്റെ വിചാരങ്ങളെ ഞാൻ ഭൂമിയിൽ പൂട്ടിയിടല്ല. എന്റെ വിചാരങ്ങളെ ഭൂമിയിൽ പൂട്ടിയിടാനുള്ള സമയമല്ല കുർബാന അർപ്പണത്തിന്റെ സമയം, മറിച്ച് എന്റെ വിചാരങ്ങളെ മിശിഹാ രഹസ്യങ്ങളിലേക്ക് ഉയർത്താനായിട്ടുള്ള സമയമാണ് കുർബാന അർപ്പണത്തിന്റെ സമയം. കർത്താവിന്റെ ആത്മാവ് നമ്മളെല്ലാവരെയും അതിനെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ബോധതലങ്ങളെ മിശിഹാ രഹസ്യത്തിലേക്ക് തീർച്ചയായിട്ടും നയിക്കും. നമുക്ക് എല്ലാവർക്കും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ രണ്ടു ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം ഞങ്ങൾ തേടുകയാണ്. അമ്മയുടെ ശക്തമായിട്ടുള്ള സംരക്ഷണവും ഞങ്ങൾ തേടുന്നു. അമ്മ ഈശോയുടെ ജീവിത രഹസ്യത്തെ ഗാഢമായി ചിന്തിച്ച് ധ്യാനിച്ചതുപോലെ തന്നെ കുർബാന അർപ്പണത്തിന്റെ സമയത്ത് ഈശോയുടെ ജീവിത രഹസ്യത്തെ ധ്യാനിക്കാനായിട്ടുള്ള ഒരു വലിയ കൃപ പരിശുദ്ധ റൂഹായിൽ നിന്ന് അമ്മ വാങ്ങിത്തരണമേ. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. റോമാലേഖനത്തിന്റെ 8-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം ഞങ്ങൾ ഓർക്കുന്നു. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. പരിശുദ്ധാത്മാവേ, കുർബാന അർപ്പണത്തിന്റെ സമയം പലപ്പോഴും വിരസമായി തീരുന്ന ബലഹീന ഭാവത്തിലാണ് ഞങ്ങൾ ഓരോരുത്തരും. ഞങ്ങളുടെ ഈ ബലഹീനതയിൽ പരിശുദ്ധാത്മാവെ ഒന്ന് സഹായിക്കണമേ. ഈശോയിലേക്ക്, ഈശോയുടെ ജീവിത രഹസ്യത്തിലേക്ക് ചിന്തകളെ ഉയർത്താൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. ഈശോ തന്റെ ആത്മാവിനാൽ നമ്മളെല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ആമേൻ. ബലഹീനതയിൽ ബലമേ ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേ ബലവാനായോ നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ബലഹീനതയിൽ ബലമേ ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേ ബലവാനായോ നടത്തിയിടുന്നു. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിയിടുന്നു. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ബലഹീനതയിൽ ബലമേ ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേ ബലവാനായോ നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിന